ഇന്നൊരു നല്ല മഴ ദിവസമായിരുന്നു. രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു SFN വേൾഡ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ടെറസിൻ്റെ മേലെ കുറച്ച് കാട് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം. ടെറസിൻ്റെ മേലെയാണ് നമ്മളിതിന് കൂടുണ്ടാക്കിയേക്കുന്നത്. ഇവിടെയാണ് നമ്മളെ കാടകൃഷി. അഞ്ഞൂറ് കാടകളാണ് ഈ കൂട്ടിലുള്ളത്. ഇപ്പോൾ നമ്മളൊരു 25 ദിവസത്തെ കാടക്കോഴിനെയാണ് നമ്മൾ ഇറക്കിയേക്കുന്നത്. ഇപ്പോൾ ഇനി ഇവർ ഒരു 18 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഇവർ മുട്ടിട്ട് തുടങ്ങുക. ഇവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് നിപ്പിൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആ ട്രേന്ന് താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. ഇനിയിപ്പോൾ ഇവർ മുട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാടത്തീറ്റ വരുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കും. ഒരു തീറ്റ പാത്രത്തിൽ തീറ്റ തീരെ ഒഴിയാൻ പാടില്ല. എപ്പോഴും അതിൽ തീറ്റ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അടിയിലിട്ട് കൊടുത്തേക്കുന്നത് ചകിരിച്ചോറാണ്. അതാവുമ്പോൾ നമുക്ക് വളത്തിനൊക്കെ കൊടുക്കാനും നല്ലതാണ്. ഒരു 5 ദിവസമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറോടുകൂടി അവരുടെ കാട്ട നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇത് വളത്തിന് കൊടുക്കാനായിട്ട് അനുയോജ്യമായിട്ട് പറ്റും. ഞങ്ങൾ ആദ്യം ഇതിൽ 1000 കാടകളെ ഈ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുട്ടയുടെ സീസൺ കഴിഞ്ഞപ്പോൾ നമ്മളത് ഒഴിവാക്കിയതായിരുന്നു. എന്നിട്ടിപ്പോൾ ഒരു 2 മാസം ഇപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇതിനിറക്കിയേക്കുന്നത്. കാടക്കോഴികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമാണ് ഇവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇവർക്ക് വെള്ളം നന്നായിട്ടില്ലെങ്കിൽ വല്ല അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ കണക്ഷൻ നമ്മൾ എല്ലാ കോഴികൾക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കോഴിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോഴികളെ വാങ്ങിക്കുക. ഒരു 30-50 കോഴികളെ വാങ്ങിയിട്ട് നമ്മൾ നോക്കുക എങ്ങനെയൊക്കെയാണ് നമ്മളതിൻ്റെ ഇതുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം കൂടുതൽ കോഴികളെ വളർത്തുക. അതായിരിക്കും നല്ലത്. അഞ്ഞൂറ് കാടകളെ വളർത്തിയിട്ട് ഒരുപാട് വരുമാനം പെട്ടെന്ന് കിട്ടുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. എന്നാൽ നമുക്ക് സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് നേടാൻ സാധിക്കും. കാടക്കോഴികൾ മുട്ടിടുന്ന കാലാവധി 1 വർഷം വരെയാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറച്ചിക്കായിട്ട് നമ്മൾ വിൽക്കും. സാധാരണ മറ്റുള്ള കോഴികളെ പോലെ ഈ കാടക്കോഴികൾക്ക് അധികം അസുഖങ്ങളൊന്നും വരാറില്ല അങ്ങനെ. പിന്നെ കോഴികൾക്ക് കുറച്ച് സൈലൻ്റ് ഏരിയ ആണ് ഇവർക്ക് കുറച്ച് അനുയോജ്യമായിട്ടുള്ളത്. ഇവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ മുട്ടയിടാനൊക്കെ ചിലപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മുട്ടയിടാനൊക്കെ കുറച്ച് വൈകും. ഈ കാടകൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എൻ്റെ ഈ ഒരു ചെറിയ കാടകൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കൂ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.